സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ CP നാസിമുദ്ദീൻ, MD, സീനിയർ ഫിസിഷ്യൻ, തലശ്ശേരി. നമ്മുടെ പുണ്യമാസമായ റമദാൻ സമാഗതമായിരിക്കുകയാണല്ലോ. നമ്മളൊക്കെ തന്നെ മാനസികമായിട്ട് അതിനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്നു. ഇനി ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും അതിനെ എങ്ങനെ വരവേൽക്കാം, അതിനെപ്പറ്റിയാണ് എൻ്റെ ഈ ഒരു ചെറിയ പ്രഭാഷണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വേനൽക്കാലത്തിൽ കൂടിയാണ് റംദാൻ നോമ്പ് വരുന്നത്. മാർച്ച് തുടക്കം മുതൽ മാർച്ച് അവസാനം വരെ. പുറത്ത് അധികം വെയിൽ ചൂട് കാണുന്നില്ലെങ്കിലും ധാരാളം വിയർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിയർക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വെള്ളവും സോഡിയം എന്ന് പറഞ്ഞ ഉപ്പ് സത്തും നഷ്ടപ്പെടാൻ സാധ്യത വളരെയേറെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ശരീരത്തിൽ നിന്ന് വെള്ളം കുറയുമ്പോൾ മൂത്രം അളവ് കുറയും, മൂത്രാശയമായ രോഗങ്ങൾ വരും, മൂത്രത്തിൽ കല്ലുകൾ വരും. ശരീരത്തിൽ വെള്ളവും ഉപ്പ് സത്തും കുറയുമ്പോൾ BP, ബ്ലഡ് പ്രഷർ കുറയാനും ചെറിയ ഗിഡിനെസ്, തലകറക്കം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം നമ്മൾ നോമ്പ് തുറക്കുന്നത് മുതൽ അത്താഴം വരെ ഒരു 1-1.5 ലിറ്റർ വെള്ളം വയറ്റിലാക്കിയിരിക്കും. അത് വെള്ളമായിട്ട് തന്നെ വേണമെന്നല്ല, ജ്യൂസായിട്ടും കഴിക്കാം, ചായയായിട്ട് കഴിക്കാം, പലതരം കഞ്ഞികളായിട്ടും കഴിക്കാം. ഇനി ഒരു മോഡൽ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഞാനൊരു പറഞ്ഞു തരാം. 6:40 പോലെ നമ്മൾ വാങ്ക് കേട്ടപാട് നോമ്പ് തുറക്കുന്ന വായ്ക്ക് 2 ഗ്ലാസ് വെള്ളം ഇഷ്ടപ്പെടാത്തവർ, വെള്ളം മാത്രം പോരാത്തവർ അത് ജ്യൂസാക്കിയിട്ട് കഴിക്കാം. അത് അധികം മധുരമില്ലാതെ ഫ്രഷ് ലൈം, മുസമ്പി, ഓറഞ്ച്, വത്തക്ക എന്ന് പറഞ്ഞ തണ്ണിമത്തൻ ജ്യൂസ് ചെറുതായിട്ട് മധുരം ഇട്ടിട്ട് 2 ഗ്ലാസ് കഴിക്കുമ്പോഴത്തേക്കും 500 ml വെള്ളം നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ പുറമെ സുന്നത്ത് എന്നുള്ള നിലക്ക് ഒരു കാരക്കയോ ഒരു ഈത്തപ്പഴമോ കഴിക്കാം. അങ്ങനെ ദാഹം മാറ്റി നമ്മൾ ഉടനെ തന്നെ നമസ്കരിക്കാൻ പോയി നമസ്കാരവും ചെല്ലേണ്ടതൊക്കെ ചെല്ലി തിരിച്ചു വരുമ്പോഴത്തേക്കും 7:30 മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. അത് എണ്ണക്കടി വേണ്ടവർ എണ്ണക്കടി തന്നെ കഴിക്കാം. പക്ഷേ എണ്ണക്കടിയിൽ അതിലും ഉപരിയായിട്ട് ഒരു 3 സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട